പറ്റി, കാരണം ഇപ്പൊ നായിക കൂടിയാണ്, വീണയെ പറ്റി. ഇനി വീണയ്ക്ക് ഭാവി സിനിമയിലാണോ ഇതിലാണോ എന്താ തോന്നുന്നത്? ഡിജിറ്റൽ മീഡിയയിലാണോ? അലമ്പുണ്ടാക്കാത്ത മന്ത്രിയെ പൊക്കി 2 വാക്ക് സംസാരിക്കും. വീണക്കൊരു ഭാവി ഉണ്ടോന്ന് പോലും എനിക്ക് സംശയം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്റെ ഭാവിയും കൂടെ ഇല്ലാണ്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ട് അഭിനയിക്കാതെ ഇരിക്കുന്നത്, കാരണം എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം അല്ല, നിന്നെ ആരും വിളിക്കാതിരുന്നിട്ടല്ല. ഒരിക്കലും അല്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അല്ല, എന്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് അത് എടുത്തു പറയണം. കാരണം മലയാള സിനിമയുടെ മലയാള ഷോർട്ട് ഫിലിം ചരിത്രത്തിലെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്ത നെവിൻ ഫ്രെഡിയാൻ ഷൂട്ട് ചെയ്ത ഷേ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലെ നായികയാണ് മീര. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. അന്നത്തോടുകൂടി ഞാൻ നിർത്തിയതായി. അവനിപ്പോ ഏതോ നാട്ടില് ട്രക്ക് ഓടിച്ച് നടക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഊരി ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കണം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അല്ല, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ അതോടുകൂടി സഹായിച്ചുകൊണ്ട് നീ മീര പരിപാടി നിർത്തി. ആ ഷോർട്ട് ഫിലിമിൽ മീരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, നിങ്ങൾ പരിപാടി ശരിയാവൂല. ഷാർലീനതൊക്കെ പറഞ്ഞ് ഏട്ടൻ എന്റെ പിറകെ വരാണെന്ന്. എന്തേട്ട ഇങ്ങനെ? കൊട് ചേട്ടന് കോരിക്കോട്. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണെങ്കിലും ചിരിച്ചു പോകും. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്തത്ര ചിരിച്ചെന്നറിയുമോ? ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട് ഒടുക്കത്തെ ചിരി ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല. എന്ത് പറ്റി ഡള്ളായല്ലോ? അല്ലല്ല, ആരെ കൊണ്ടും എടുത്ത് കാണണം. ഇപ്പത്തെ മീരി അപ്പത്തെ മീരിന്റെ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്താ തോന്നുന്നത്? ഞങ്ങൾ ഏജിങ് ലൈക്ക് എ ഫൈൻ വൈൻ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഞങ്ങൾ വന്നിട്ട് ദൂരദർശനം തുടങ്ങിയ കാലം തൊട്ട് മീരയെ വാങ്ങിച്ച് കൂട്ടണോ? ഞാനൊക്കെ ആണെങ്കിൽ രമേശ് ചേട്ടൻ കളിയൊക്കെ ഫൈൻ വൈനല്ല, പട്ടച്ചാരായം എന്നൊക്കെ പറയാം. വൈൻ എന്ന് പറയുമ്പോ ഇരിക്കും തോറും വീര്യം കൂടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ചാരായം അങ്ങനെയൊക്കെ തന്നെയാ, ഇരിക്കുന്നവരല്ല, വെറുതെ ഇരുന്നാൽ തന്നെ ഭയങ്കര വീര്യം. ഇന്നത്തെ കാലം ഇങ്ങനത്തെയൊക്കെയാണ്, അറിയാലോ. ലഹരിയുടെയൊക്കെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് ലഹരി സംബന്ധമായിട്ടുള്ളതാണോ? അല്ല, മൊത്തത്തിൽ അല്ല, ലഹരിയുടെ ഇതിന്ന് കുറച്ചുകൂടി പറയാം. അല്ല, മൊത്തത്തിൽ ഞങ്ങൾക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരിക്കും? ഉത്തരം പറ. നിങ്ങൾ കെയർ ചെയ്യണം. ഞങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യം നിങ്ങളെ കെയർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആണുങ്ങൾ പൊതുവെ, കാരണം നമ്മളൊക്കെ ചെറുപ്പോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും മുള്ളിനാണ് കേട്. ഈയിടെയായിട്ട് വളരെ നമ്മൾ കണ്ടുവരുന്നൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും ഇപ്പോഴത്തെ നമ്മൾ അനുകാലികമായി നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആണുങ്ങൾക്കാണ് കുറച്ചുകൂടെ കെയർ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സത്യമായിട്ട് നിങ്ങൾ ഓക്കെയാണ് ഇവിടെ ഈ രാജ്യത്ത്. സന്തോഷായി, നല്ല സന്തോഷമായി. വീണയെ പറ്റി 2 വാക്ക് പറഞ്ഞ് നമ്മൾ അവാർഡ് കൊടുക്കുകയാണ്. പോപ്പുലർ ആങ്കർ ആണ് വീണ. ആദ്യമായിട്ടാ ധ്യാൻ എന്നെ കുറിച്ച് നല്ല വാക്ക് പറയാമോ ഞാൻ കേൾക്കുന്നത്. വീണയെ കുറിച്ച് 2 നല്ല വാക്ക്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ